വിശുദ്ധ മത്തായി എഴുതിയ നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. യേശുവിൻ്റെ വംശാവലി, അധ്യായം 1. അബ്രാഹത്തിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രൻ യേശു ക്രിസ്തുവിന്റെ വംശാവലി ഗ്രന്ഥം. അബ്രാഹം ഇസ്ഹാക്കിന്റെ പിതാവായിരുന്നു. ഇസ്ഹാക്ക് യാക്കോബിന്റെയും, യാക്കോബ് യൂദയുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു. താമാറിൽ നിന്നും ജനിച്ച പേരാസിന്റെയും സേരയുടെയും പിതാവായിരുന്നു യൂദ. പേരാസ് ഹെസ്രോണിന്റെയും, ഹെസ്രോൺ ആരാമിന്റെയും പിതാവായിരുന്നു. ആരാം അമിനാദാബിന്റെയും, അമിനാദാബ് നഹോഷിന്റെയും, നഹോഷൻ സൽമോന്റെയും പിതാവായിരുന്നു. സൽമോൻ റാഹാബിൽ നിന്നും ജനിച്ച ബോവാസിന്റെയും, ബോവാസ് റൂത്തിൽ നിന്നും ജനിച്ച ഓബേദിന്റെയും, ഓബേദ് ജസ്സയുടെയും, ജസ്സ ദാവീദ് രാജാവിന്റെയും പിതാവായിരുന്നു. ദാവീദ് ഊരിയയുടെ ഭാര്യയിൽ നിന്നും ജനിച്ച സോളമന്റെ പിതാവായിരുന്നു. സോളമൻ റാഹബോമിന്റെയും, റാഹബോം അബിയയുടെയും, അബിയ ആസയുടെയും പിതാവായിരുന്നു. ആസ യോസഫാത്തിന്റെയും, യോസഫാത്ത് യോറാമിന്റെയും, യോറ ഓസിയയുടെയും, ഓസിയ യോദാമിന്റെയും, യോദ ആഹാസിന്റെയും, ആഹാസ് ഹെസക്കിയയുടെയും, ഹെസക്കിയ മനാസയുടെയും, മനാസ ആമോസിന്റെയും, ആമോസ് ജോസിയയുടെയും പിതാവായിരുന്നു. ബാബിലോൺ പ്രവാസകാലത്ത് ജനിച്ച യാക്കോണിന്റെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു ജോസിയ. യാക്കോണിയ ബാബിലോൺ പ്രവാസനത്തിന് ശേഷം ജനിച്ച സലാത്തിയലിന്റെയും, സലാത്തിയൽ സെറാബാബലിന്റെയും പിതാവായിരുന്നു. സെറാബാബൽ അബിയാദിന്റെയും, അബിയാദ് ഏലിയാക്കിമിന്റെയും, ഏലിയാക്കിം അസ്രോന്റെയും, ആസോർ സാദോക്കിന്റെയും, സാദോക്ക് അക്കിമിന്റെയും, അക്കിം എലിയോദിന്റെയും, എലിയോദ് എലിയാസറിന്റെയും, ഏലിയാസർ മദാന്റെയും, മദാൻ യാക്കോബിന്റെയും പിതാവായിരുന്നു. യാക്കോബ് മറിയത്തിന്റെ ഭർത്താവായ ജോസഫിന്റെ പിതാവായിരുന്നു. അവളിൽ നിന്നും ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു. ഇങ്ങനെ അബ്രാഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബിലോൺ പ്രവാസം വരെ 14, ബാബിലോൺ പ്രവാസം മുതൽ ക്രിസ്തു വരെ 14 തലമുറകളാണ് ആകെയുള്ളത്.